സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ രുചിയറിഞ്ഞവരാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് നമുക്കും പറയുന്നതാണ് സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഈ മനുഷ്യ സ്നേഹത്തെ ആകാശത്തോളം ഉയരത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴും അത് അമൂർത്തമായ ഒരു ജീവകാരുണ്യവാദമല്ല. അവിടെ എനിക്ക് തോന്നുന്നു ഒരു വേള എഴുത്തുകാരൻ ഏറെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞനായി രൂപപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. ദാസൻ പറയുന്നുണ്ട്, ദാസന് ചോര ചൊരിയുന്നത് ഇഷ്ടമല്ല. അദ്ദേഹം മനുഷ്യക്കുരുതികളെ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചറിഞ്ഞ് പറയുന്നുണ്ട്, കൊമ്മിസാറെ പപ്പൻ കുത്തിക്കൊല്ലുന്ന ആ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്, പക്ഷെ ദാസൻ അറിയാം, ഗ്രന്ഥകാരൻ പറയുന്നു, പക്ഷെ ദാസൻ അറിയാം ചോര ചൊരിയേണ്ടിടത്ത് ചോര ചൊരിഞ്ഞേ തീരൂ, മുറിവേൽപ്പിക്കേണ്ടിടത്ത് മുറിവേൽപ്പിച്ചേ തീരൂ എന്ന് പറയുന്നു. ഡൊളോറോ ഇബ്രോറി ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, ജനാധിപത്യം എത്രത്തോളം ഭീരുത്വം പ്രകടിപ്പിക്കുന്നുവോ ഫാസിസം അത്രത്തോളം ശൂരത പ്രകടിപ്പിക്കും. നാം വലിയ അടിച്ചമർത്തലിനെ, ഏകാധിപത്യത്തെ, മർദ്ദനത്തെ, ജനവിരുദ്ധതയെ, അത്തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിടുമ്പോൾ, മനുഷ്യ സ്നേഹം മുറുകെ പിടിക്കുമ്പോൾ തന്നെ നാം ചിലപ്പോൾ രൂക്ഷമായി പ്രതികരിക്കേണ്ടിയും വരും എന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വരികൾക്കിടയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരിയാണ്. നമുക്കൊന്നും വില കൊടുക്കാതെ നേടാൻ കഴിയില്ല. എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ ഒരു വലിയൊരു സ്ട്രഗിളുണ്ട്, ഒരുപാട് രക്തസാക്ഷികളുണ്ട്. രക്തസാക്ഷികളാണ് ചിലപ്പോൾ ഒരു പുതിയൊരു രാജ്യം, രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നത്. രക്തം ഒഴുകാതെ നമുക്കൊന്നും സാധിക്കില്ല. അത് ലോകത്തിലുള്ള ലോകം മുഴുവനും നമ്മളൊന്ന് കണ്ണാക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഈ അധിനിവേശർക്ക് എതിരായി പോരിട്ടുള്ള എല്ലാ ജനതകളും അങ്ങനെ രക്തം ചിന്തിയവരാണ്. രക്തം ചിന്താതെ ആർക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊന്നും അത് ഈ കാലത്തും പഴയ കാലത്തും ഈ കാലത്തും അത് ആ ഒരു കാഴ്ചപ്പാട് പ്രസക്തമാണ്. ഇന്ന് നമുക്ക് കുറേയധികം ആത്മാർപ്പണം നടത്താതെ, രക്തസാക്ഷികളില്ലാതെ എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ രുചിയറിഞ്ഞവരാണ്. അവരവിടെ എഴുന്നേൽക്കില്ല, ഒരിക്കലും എഴുന്നേൽക്കില്ല. എനിക്ക് പണ്ടത്തെ കാലത്ത്, അടിയന്തര കാലത്ത് ഒക്കെ നമ്മളത് കണ്ടാണ്. ഒരു കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് പേര് മറന്നു. കവി പറഞ്ഞതെന്ന് വെച്ചാൽ സിംഹാസനം കാലിയാക്കും, ജനങ്ങൾ വരുന്നു എന്നാണ്. ജനങ്ങൾ വരികയാണ്, അതുകൊണ്ട് സിംഹാസനം ഒഴിയും എന്നാണ് പറഞ്ഞത്. അതൊരു പ്രശസ്ത ജയപ്രകാശ് നാരായൺ കോപ്പിയിട്ടുള്ള ഒരു കവിതയാണ്. അപ്പം അതാണ് നമുക്കും പറയാനുള്ളത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് നമുക്കും പറയുന്നതാണ് സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ അങ്ങനെ കൂടിയാണ് രാഷ്ട്രീയ പ്രബുദ്ധമായി മാറുന്നത്. അതായത് മനുഷ്യ സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ, സകലത്തിനും മുകളിൽ അതിനെ പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ ദുരിതഭരിതമായ ഒരു കാലത്തെ മറികടക്കാൻ അനിവാര്യമായ സാഹസികതകൾ, പ്രതിരോധങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ അത് അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരർത്ഥത്തിൽ ദാസൻ ഒരു രക്തസാക്ഷിയല്ലേ? തീർച്ചയായിട്ടും ദാസൻ രക്തം മാത്രമല്ല ചിന്തിയത്, ജീവിതം മുഴുവൻ, ജീവിതം ചിന്തിയവരാണ്, ജീവിതം ഉപേക്ഷിച്ചവരാണ്. നാടിന് വേണ്ടിയിട്ട്, നാടിൻ്റെ മോചനത്തിന് വേണ്ടി സ്വന്തം രക്തം മാത്രമല്ല സ്വന്തം ജീവിതം പോലും ഉപേക്ഷിച്ച ആളാണ്.